ജെറുസലേമിന്റെ കിഴക്കുവശത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് പുതിയ ജെറുസലേം നഗരം. അതായത് ഓൾഡ് ജെറുസലേമിന് പുറത്തേക്ക് വ്യാപിച്ചിരിക്കുന്ന നിലവിലെ ജെറുസലേം നഗരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോം ഓഫ് ദി റോക്കും അതേപോലെ തന്നെ അലക്സ മോസ്കോ ഒക്കെയാണ്. ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇവിടെ ഒരു പ്രസന്നമായ കാലാവസ്ഥയാണ് ഈ ഇസ്രായേലിൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വളരെ പ്രശസ്തമായ വളരെ ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയ ഒരു മലയിലാണ്, ഒരു ചെറിയൊരു മലയിലാണ്. നമ്മുടെ നാട്ടിലെ മലകളെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ മലയൊന്നുമല്ലിത്. എങ്കിലും ഇസ്രായേലിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മലയാണിത്. ഈ മലയുടെ പേര് ഒലിവ് മല എന്നാണ്. ജെറുസലേമിന്റെ കിഴക്കുവശത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒലിവ് മല എന്ന് പേര് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കാലത്ത്, ഇപ്പോഴും ഉണ്ട്, മോശമൊന്നുമല്ല, എങ്കിലും ഒരു കാലത്ത് ഈ മല മൂടി ഒലിവ് മരങ്ങളായിരുന്നു. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒലിവ് മരങ്ങളുടെ അല്ലെങ്കിൽ ഒലിവുംകായുടെ പേര് വളരെ പ്രശസ്തമായ ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ആ ഒലിവ് മരങ്ങളിൽ നിന്നാണ് ഇതിന് ഒലിവുമല എന്നുള്ള പേര് വന്നത്. ഇത് വളരെയധികം ചരിത്ര സംഭവങ്ങൾ നടന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ജെറുസലേം നഗരം നമുക്ക് ഇവിടുന്ന് കാണാം. ഈ കാണുന്നതാണ് ജെറുസലേം നഗരം. ഇവിടെ ഒരു ബസ് ഇപ്പോൾ വന്നതാണ് കേട്ടോ. ഈ ഒരു ബസ്, നേരത്തെ ഇവിടെ ബസ്സൊന്നും ഇല്ലായിരുന്നു. കണ്ടോ, അവിടെ നിങ്ങൾക്ക് കാണാമായിരിക്കും. അതാണ് അലക്സ മോസ്ക്. മുസ്ലിങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നോളം മോസ്കുകളിൽ ഒരെണ്ണമാണിത്. ഈ കാണുന്നതാണ് പുതിയ ജെറുസലേം നഗരം. അതായത് ഓൾഡ് ജെറുസലേമിന് പുറത്തേക്ക് വ്യാപിച്ചിരിക്കുന്ന നിലവിലെ ജെറുസലേം നഗരമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ആ വിശ്വവിഖ്യാതമായ ആ മതിൽക്കെട്ടുകൾക്കുള്ളിലുള്ള ആ പഴയ ജെറുസലേം നഗരം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോം ഓഫ് ദി റോക്കും അതേപോലെ തന്നെ അലക്സ മോസ്കോ ഒക്കെയാണ്. പഴയ ജെറുസലേം നഗരത്തിന്റെ കാഴ്ചകൾ നമുക്കിവിടുന്ന് വളരെ വ്യക്തമായിട്ട് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. ആകെ കൂടിയൊരു ഈ കെട്ടിടത്തിന്റെ നിറങ്ങളും അതേപോലെ തന്നെ ഈ നിർമ്മിതിയുടെ ഭംഗിയും ഒക്കെ ആയിട്ട് ഒരു ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിത് പ്രദാനം ചെയ്യുന്നത്. ഈ ഒരു പ്രദേശത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാറ്റടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ അലയൊലികൾ ചിലപ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാറ്റ് വീശുന്നുണ്ട് ഈ ഒരു പ്രദേശത്ത്. ആ കാണുന്നതാണ് മതിൽക്കെട്ടുകൾ. അപ്പോൾ അതിന്റെ പുറത്തേക്ക് കുറേ നിർമ്മിതികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. ഒരു വെള്ള കളറൊക്കെ ഉള്ളത്. അതാണ് ഏകദേശം 3000-ലധികം വർഷം പഴക്കമുള്ള യഹൂദരുടെ ശവക്കല്ലറകൾ. അപ്പോൾ ഈ ഒരു പ്രദേശം മൊത്തം നമുക്ക് കണ്ടാൽ തിരിയും ശവക്കല്ലറകളാണ്. അവരുടെ ശ്മശാനമായിരുന്നു ഒരു സമയത്തിവിടെ. അപ്പോൾ പഴയ ജെറുസലേം നഗരം ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് തന്നെ ഇവിടെ ഈ ശവക്കല്ലറകളും അതേപോലെ തന്നെ ഇവിടെ മൃതദേഹ സംസ്കാരവും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുൻകാലങ്ങളിൽ ഏകദേശം ഇതുപോലൊന്നും അല്ലായിരുന്നു. വേറെ ചില രീതികളിലായിരുന്നു ഇവിടുത്തെ ശവക്കല്ലറകളും അതേപോലെ തന്നെ മൃതദേഹ സംസ്കാരവുമെല്ലാം. ഇത് ഓൾഡ് ജെറുസലേമിലെ ഡമാസ്കസ് ഗേറ്റിന് സമീപത്തുള്ള സുൽത്താൻ സുലൈമാൻ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് സർവീസ് ആണ്. സുൽത്താൻ സുലൈമാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല, എങ്കിലും സോളമൻ രാജാവെന്ന് കേട്ടിട്ടില്ലേ? ആ രാജാവിന്റെ പേരിലുള്ള ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് സർവീസ് ആണ്. ഏകദേശം ഒരു 15 മിനിറ്റ് അരമണിക്കൂർ ഗ്യാപ്പിൽ ഇവിടുന്ന് ബസ്സുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശനിയാഴ്ചയും ബസ് സർവീസ് കാണാവുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഇസ്രായേലിലാണ്. പിന്നെ നമ്മൾ ഈ കാണുന്നതാണ് 7 ആർച്ചസ് ഹോട്ടൽസ്. വളരെ പ്രശസ്തമായ ഒരു ഹോട്ടലാണിത്. ഒത്തിരി കാര്യങ്ങളിൽ പ്രശസ്തമായിരുന്നത് ഇവിടെ ഇതിൻ്റെ നിർമ്മിതികൾ നടന്നപ്പോഴൊക്കെ ആയിട്ടാണെങ്കിലും അതിനുശേഷമാണെങ്കിലും വളരെയധികം പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ വിവാദങ്ങളും ഒക്കെ നടന്ന ഒരു ഹോട്ടലാണിത്. അപ്പോൾ ആ ബസ് പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതിനകത്ത് 1-2 പേരെ ഉള്ള ആകെ. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ 7 ആർച്ചസ് ഹോട്ടൽസ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്നതാണ്. ഈ ഭാഗത്തുള്ള ഒരു റൂമിലായിരുന്നു ഞാൻ താമസിച്ചത്. അപ്പം സർവീസുകളൊക്കെ മോശമല്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടക്കമായിരുന്നു റൂമിൻ്റെ റെൻറ്റ് കൊടുത്തത്. ഒരു പഴയ നിർമ്മിതി ആയിരുന്നെങ്കിൽ പോലും, അതായത് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചത്, ഈ ഒരു ഹോട്ടൽ നിർമ്മിച്ചത് ജോർദാൻ ഗവൺമെൻറ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1948 ആ ഒരു സമയങ്ങളിൽ ഇസ്രായേൽ ഉണ്ടായതിനു ശേഷം ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങൾ നടന്നപ്പം ജോർദാനാണ് ഈ ഒരു പ്രദേശത്തിന്റെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നത്. ജോർദാന്റെ കയ്യിലായിരുന്നു. ഇതിന് ഈ ഓൾഡ് ജെറുസലേം നഗരത്തിന് പുറത്തേക്ക് ഇസ്രായേലും
പിന്നീട് ഈ ഒരു പ്രദേശം, അതായത് ഓൾഡ് ജെറുസലേമും ഈ ഒരു പ്രദേശവും എല്ലാം അടങ്ങിയ സ്ഥലം ജോർദാന്റെ കീഴിലായിരുന്നു, ജോർദാൻ സർക്കാരിന്റെ കീഴിൽ. അങ്ങനെ അവരുടെ നേതൃത്വത്തിലാണ് ഈ വലിയൊരു കെട്ടിടം, ഈ ഒരു ഹോട്ടൽ നിർമ്മിച്ചത്. ഞാൻ പറഞ്ഞിരുന്നു ഈ ഹോട്ടലിന്റെ നിർമ്മാണ സമയത്ത് ഇവിടെ പല വിവാദങ്ങളും നടന്നെന്ന്. നമുക്ക് കാണാം ഇത്രയധികം സ്ഥലം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവർ ഈ ഹോട്ടലിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഹോട്ടല് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്, നമുക്ക് കണ്ടാൽ തിരിയാം. ഇത് കണ്ടോ, ഇതാണ് ഹോട്ടലിന്റെ കിടപ്പ്. അപ്പൊ ഇവിടെ ഒരു ബിൽഡിങ്, ഇവിടെ ഒരു ബിൽഡിങ്. അതേപോലെ നമ്മുടെ നാട്ടിലെ സ്കൂളുകളൊക്കെ ഇല്ലേ, ഏകദേശം അതുപോലെ തന്നെ നടുക്ക് ഓഫീസ് കെട്ടിടം പോലെ അവരുടെ റിസപ്ഷനും അവരുടെ ഓഫീസ് മുറികളും ഒക്കെ. അപ്പോൾ വളരെയധികം സ്ഥലം ഉപയോഗിച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണിത്. നമുക്കിവിടെ കണ്ടാൽ തിരിയും, ഇവിടെ ജൂതരുടെ സിമിത്തേരിയാണിത്. പരമ്പരാഗതമായിട്ട് അവർ ശവം അടക്കിക്കൊണ്ടിരുന്ന ഒരു കേന്ദ്രമാണിത്. കണ്ടോ, ധാരാളം ഇതിന് താഴേക്ക് പോയി നമുക്ക് കാണാം. അപ്പോൾ ധാരാളം ശവക്കല്ലറകൾ, ഏകദേശം 1.5 ലക്ഷത്തോളം ശവക്കല്ലറകൾ ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ നിർമ്മാണത്തിനും അതേപോലെ തന്നെ ഇവിടുത്തെ റോഡ് ഈ ഹോട്ടലിലേക്കുള്ള റോഡ് നിർമ്മിച്ചത് പുതിയ റോഡായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റോഡെല്ലാം നിർമ്മിച്ചതും ഇവിടുത്തെ ധാരാളം ശവക്കല്ലറകൾ നശിപ്പിച്ചിട്ടാണെന്നാണ് പറയുന്നതെന്നല്ല, നശിപ്പിച്ചിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചത്. കണ്ടോ, നമുക്ക് കണ്ടാൽ തിരിയും, ഇവിടെ ശവക്കല്ലറകളുടെ ഒരു സമുച്ചയമാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് പണ്ട് കാലത്ത് ജൂതരുടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം അവരുടെ വിധിനാളിൽ ഇവിടെ വരുമെന്നും ഇവിടുന്ന് മരിച്ചവരെ ഉയർപ്പിക്കുമെന്നും. അപ്പോൾ ഉയർപ്പിക്കുമ്പോൾ ആദ്യമേ കാണുവാനെന്ന ഒരു സങ്കല്പത്തിന്റെ പുറത്താണ് ഈ ഒരു പ്രദേശം ശവക്കല്ലറകളാക്കിയതും ഇവിടെ ഇത്രയധികം ശവക്കോട്ടകൾ വന്നതും. അപ്പോൾ ഈ മലയുടെ ഏറ്റവും ഉയർന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ അറ്റൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്, ഒരു അറബ് ഗ്രാമമാണ്. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും മുകളിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ. വലിയ പൊക്കമൊന്നും ഇല്ലാത്തൊരു മലയാണ് കേട്ടോ. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ജെറുസലേമിന്റെ ദൂര കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും. വളരെ മനോഹരമായ കാഴ്ചകളാണ്, രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും വളരെ മനോഹരമായ കാഴ്ചകളാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ധാരാളം ചരിത്ര സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം കാര്യങ്ങൾ നടന്ന ഒരു സ്ഥലവും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ചരിത്ര സ്മാരകങ്ങളും പള്ളികളും ഒക്കെ ഉള്ളൊരു സ്ഥലവും കൂടിയാണ് ഈ മലഞ്ചെരിവുകള്, ഈ മലയും ഒക്കെ. അപ്പൊ അത്തരം കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം, അതൊക്കെ കാണുവാനുണ്ട് ധാരാളം. കണ്ടോ, ഈ ഓൾഡ് ജെറുസലേം, പുരാതന ജെറുസലേം നഗരത്തിന്റെ ആ മതിലുകളെ ചുറ്റി ഒരു റോഡ് ഇതിലൂടെ പോകുന്നുണ്ട്. വളരെയധികം വണ്ടികൾ ഒഴുകുന്നൊന്നുമില്ല, എങ്കിലും കുറച്ച് വണ്ടികളൊക്കെ അതിലൂടെ പോകുന്നതൊക്കെ കാണാം. ചില സമയങ്ങളിൽ ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു മനോഹരമായൊരു കാഴ്ചയാണ് നമുക്കിത് നൽകുന്നത്. പിന്നെ ഈ ഒരു മല യേശുക്രിസ്തുവിന്റെ ജീവിതത്തോടും അതേപോലെ തന്നെ യേശുവിന്റെ അമ്മയുടെ ജീവിതത്തോടും വളരെയധികം അടുപ്പം പുലർത്തിയിരുന്നതിനാൽ തന്നെ ഇതൊരു ക്രിസ്ത്യൻ കേന്ദ്രമാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശം അറബ് കേന്ദ്രമാണ് കേട്ടോ. അറബികളാണ്, മുസ്ലിങ്ങളാണ് ഇവിടെ കൂടുതൽ താമസിക്കുന്നത്. കൂടുതൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 80-90% അറബികൾ തന്നെയാണ്. വളരെ കുറച്ചേ ഉള്ളൂ ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ ജൂതന്മാർ തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ഈ ഒരു പ്രദേശം ജൂതന്മാർ താമസിക്കാത്ത ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ 1-2 പള്ളികളൊക്കെ ഉണ്ട്, 1-2 അല്ല, സോറി, വളരെ കുറച്ച് പള്ളികളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ ചിലതൊക്കെ കൈകാര്യം ചെയ്യുന്നതും കുറച്ച് മുസ്ലിം കുടുംബങ്ങളാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമുക്ക് അവിടെയായിട്ടൊരു പള്ളി കാണാം. ആ കാണുന്നത് ഒരു പള്ളിയാണ്. അത് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു ചരിത്ര സംഭവം നടന്ന പള്ളിയാണ്. അപ്പൊ ആ പള്ളി കൈകാര്യം ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവിടേക്കൊക്കെ പോകേണ്ടതുണ്ട്, അത് മെല്ലെ പോകാം നമുക്ക്. ഇന്ന് ഈ ഒലിവുമലയിലുള്ള പള്ളികൾ കത്തോലിക്കരുടെയും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുടെയും പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ആശുപത്രികളും അതേപോലെ തന്നെ വേറെ കുറേ സ്ഥാപനങ്ങളും കോളേജുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളും വരുമ്പോഴും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ധാരാളം ഗ്രൂപ്പുകൾ ഇവിടെ സന്ദർശനം നടത്താറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കാറും ഉള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇവിടെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും, ആരോ ഇതിൻ്റെ ഗൈഡായിരിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടത്തിൽ വരുന്ന ആരെങ്കിലും ആയിരിക്കാം ഇവിടെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും കാണാം. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെയാണ്.
ഇവിടെ അത് നേരത്തെ കണ്ടത് യൂറോപ്യൻ പാശ്ചാത്യ ടൂറിസ്റ്റുകളായിരിക്കാം, പക്ഷെ ഇവിടെയുള്ളത് മുസ്ലിങ്ങളാണ്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ ആരോ ഇതിനെക്കുറിച്ച് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇവരെല്ലാവരും ഇത് കേൾക്കുന്നത്. ഇവരിൽ പല സംഘങ്ങളും വന്ന വണ്ടികളാണ് ഈ കാണുന്നത്. ഇതൊരു പാർക്കിംഗ് ഏരിയ ആണ്. കുറച്ച് വലിയ ബസ്സുകളും അതേപോലെ തന്നെ മീഡിയം സൈസ് ബസ്സുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. കാറുകളും അതേപോലെ ധാരാളമുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഈ ഒരു മലയുടെ ഭൂമിശാസ്ത്രം നോക്കുകയാണെങ്കിൽ തെക്കുവശത്ത് 747 മീറ്റർ ഉയരമുള്ള മൗണ്ട് ഓഫ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു മലയാണ്. അത് ഈ ഒരു പ്രദേശത്താണ് ഈ പറഞ്ഞ മൗണ്ട് ഓഫ് കറപ്ഷൻ എന്ന് പറയുന്ന മലയുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് മൗണ്ട് ഓഫ് കോർപ്പസ് എന്ന് പറയുന്ന ഒരു മലയാണുള്ളത് ഇതിൻ്റെ വടക്ക് വശത്ത്. അതുപോലെ തന്നെ കിദ്രോൺ താഴ്വരയ്ക്ക് കുറുകെയാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ ആയിരിക്കും കിദ്രോൺ താഴ്വര. ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല, ഇത് വളരെയധികം നീളമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ കുറേ ദൂരത്ത് നിന്ന് വന്ന് ഇതിലൂടെ കടന്നു പോകുന്ന ഒരു താഴ്വരയാണിത്. അപ്പോൾ പഴയ നഗരത്തിൽ നിന്നും 3.5 കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ല ചൂടാണ് ഇവിടെ. അന്ന് ഏകദേശം 38 ഡിഗ്രി ചൂടായിരുന്നു, ടെമ്പറേച്ചർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന സമയം നോക്കുമ്പോഴത്തേക്കും കത്തുന്ന വെയിലും അതേപോലെ തന്നെ ഫോൺ ഓൺ ആക്കി കുറച്ച് കഴിഞ്ഞത്തേക്കും ഫോൺ അങ്ങോട്ട് തന്നെ ഓഫ് ആവുകയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഏകദേശം തണുപ്പ് കാലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു കാലാവസ്ഥയാണെന്ന് തോന്നിയതുകൊണ്ടാണ് വന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വെയിലുണ്ടെങ്കിൽ പോലും അത്ര വലിയൊരു ചൂടുള്ള ഒരു കാലാവസ്ഥയല്ല ഇപ്പോഴുള്ളത്. തണുപ്പ് കാലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. നോക്കിക്കേ, ഈ മലനിരകളുടെ ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങളുടെ ഈ ഒരു താഴ്വാരയുടെ ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടെ ജനങ്ങൾക്ക് ഇത് കണ്ടോ ഇതേപോലെ ഇരുന്ന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അതിനെക്കുറിച്ച് പറയുവാനും ഒക്കെ ആയിട്ടും അതേപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് സമയം ചെലവഴിക്കുവാനും ഇവിടെ അത്യാവശ്യം ഞങ്ങൾ പണ്ട് ഇവിടെ ടൂറിന് വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ചപ്പുറത്ത് ടോയ്ലറ്റ് ഉണ്ട്. ആ ഒരു പ്രദേശം, അതായത് ആ രണ്ടാമത്തെ ഒലിവ് മരത്തിൻ്റെ അവിടെ താഴോട്ട് ഇറങ്ങുമ്പോൾ ടോയ്ലറ്റ് ആണ്. അങ്ങനെ ധാരാളം സൗകര്യങ്ങളാണ് ഇവിടുത്തെ ഗവൺമെന്റ് ദീർഘവീക്ഷണത്തോടു കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇവിടുത്തെ നമുക്ക് കാണാം, ഇതിൻ്റെ കളറുമായിട്ട് ചേർന്ന് പോകാത്ത രീതിയിലുള്ള ഒരു നിർമ്മിതിയല്ല ഈ കാണുന്നതും. അതായത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒത്തിണങ്ങി പോകുന്ന നിർമ്മിതികളാണിത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള ഭാഗം അത്തൂർ എന്ന് പറയുന്ന ഒരു അറബ് ഗ്രാമമാണെന്ന്. ഏകദേശം 818 മീറ്ററാണ് ഈ അത്തൂർ എന്ന് പറയുന്ന സ്ഥലം വരെ ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 818 മീറ്റർ, അതായത് 1 കിലോമീറ്റർ തികച്ചില്ല ഈ മലയുടെ ഉയരം എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പം വളരെ ചെറുതാണല്ലേ. പിന്നെ നിങ്ങൾക്കറിയാമോ, ഈ മലനിര ഒരു നീർത്തടമാണ്. അപ്പോൾ ജലലഭ്യതയുള്ള ഒരു പ്രദേശമാണ് ഇതെന്നാണ് അതിനർത്ഥം. പിന്നെ ഈ ഒരു മലയുടെ അപ്പുറത്ത് കിഴക്ക് ഭാഗത്ത്, അതായത് നമ്മൾ ഈ കാണുന്നതിൻ്റെ അപ്പുറത്ത് ഈ മല ഇറങ്ങി ഈ മലഞ്ചെരുവിൻ്റെ അപ്പുറത്താണ് യോദയ മരുഭൂമി ആരംഭിക്കുന്നത്. യോദയ മരുഭൂമി നമുക്ക് വളരെ പ്രശസ്തമാണ്. നമ്മുടെ ബൈബിളിലൊക്കെ ധാരാളം പരാമർശിച്ചിട്ടുള്ള ഒത്തിരി ധാരാളം സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരു പ്രദേശവും കൂടിയാണ് ഈ യോദയ മരുഭൂമി. ഈ ഒരു മലനിരകൾക്ക് ഈ ജെറുസലേം നഗരത്തിനുള്ളതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണത്. അതുകൊണ്ട് ഇവിടെ മാലിന്യം ശേഖരണത്തിന് ധാരാളം സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നവർ, ഈ ഒരു പ്രദേശങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് മാലിന്യം അവിടെ ഇവിടെയായിട്ട് വലിച്ചെറിയാതെ, ഇവിടെ ആരും അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് കണ്ടാൽ തിരിയും, ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്രദേശമാണ്. എത്ര വൃത്തിയായിട്ടാണ് ഇവരിവിടെ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടാൽ തിരിയും. അതുപോലെ തന്നെ അത്യാവശ്യം ഇവിടെ വരുന്ന വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒക്കെ ആയിട്ടൊരു മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു പ്രദേശമാണിത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് എന്തോരം വളരെയധികം ചരിത്ര സ്മാരകങ്ങളും ഒക്കെ ധാരാളമുണ്ട്. ഇവിടത്തോട് കിടപ്പെട്ടിരിക്കുന്ന ധാരാളം ചരിത്ര സ്മാരകങ്ങളും നിർമ്മിതികളും
ഒക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ ഈ ഒരു രീതിയിൽ ഇതുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രദേശമോ ഇത്ര കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സർക്കാരുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് സഞ്ചാരികൾ ഒഴുകും. ലോകത്തിലെ തന്നെ നമ്പർ 1 ടൂറിസ്റ്റ് രാജ്യങ്ങളിലൊന്ന്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്ന് നമ്മുടെ രാജ്യമായി മാറും. പക്ഷെ അതിനു വേണ്ടിയിട്ട് ആരും ശ്രമിക്കാറില്ല കേട്ടോ. വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. നമുക്കറിയാം, നമുക്ക് ധാരാളം ചരിത്ര സ്മാരകങ്ങൾ, അതേപോലെ തന്നെ ധാരാളം സമ്പന്നമായ ചരിത്രമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് നമ്മൾ, ഒരു ജനതയാണ് നമ്മളെന്നുള്ളത്. പിന്നെ നമുക്കറിയാം ഈ മലനിരകൾ മാത്രമല്ല, ലോകത്താകമാനമുള്ള കാലത്തിന്റെ കുത്തൊഴുക്കിനിടയിൽ സ്വയമേവ നിർമ്മിക്കപ്പെടുന്നതും അങ്ങനെ ചില ഭൂകമ്പങ്ങൾ കൊണ്ട് ഇല്ലെങ്കിൽ അതേപോലത്തെ പ്രകൃതിയുള്ള ചില സംഭവങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെടുന്നതാണെന്ന് നമ്മൾ ശാസ്ത്ര പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മലയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ അവസാന ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിലാണ് സമുദ്രത്തിലെ അവശിഷ്ട പാറകൾ കൊണ്ടാണ് ഈ പർവ്വതം രൂപപ്പെട്ടത്. ഈ ക്രിട്ടേഷ്യസ് കാലഘട്ടം എന്നൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയില്ലേ? ഇതേ സംശയം ഇതിനപ്പുറത്ത് എനിക്ക് തോന്നി. എനിക്കൊരു ചുണ്ണാമ്പും അറിയത്തില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് നോക്കി. ക്രിട്ടേഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. അതായത് നമ്മുടെ ഈ ഭൂമി കടന്നുപോയ പല കാലഘട്ടങ്ങളിൽ ഒന്നാണ് ഈ ക്രിട്ടേഷ്യസ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അത് 2 കാലഘട്ടമുണ്ട്. ഈ ക്രിട്ടേഷ്യസ് തന്നെ 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. അന്ത്യ ക്രിട്ടേഷ്യസും അതേപോലെ തന്നെ ആദ്യ ക്രിട്ടേഷ്യസും. അപ്പോൾ അന്ത്യ ക്രിട്ടേഷ്യസിൽ യുഗത്തിലാണ് ഇതുണ്ടായതെന്നാണ് പറയുന്നത്. ഈ അന്ത്യ ക്രിട്ടേഷ്യസ് എന്ന് പറഞ്ഞാൽ 100.5 MAയുടെയും 66 MAയുടെയും ഇടയിലാണ്. ഈ MA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് അല്ല കേട്ടോ MA. അത് MA എന്ന് പറഞ്ഞാൽ മെഗാനസ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. ഈ മെഗാനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ലക്ഷമാണ്. 10 ലക്ഷം വർഷത്തിനാണ് മെഗാനസ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റു മലനിരകളോട് താരതമ്യം ചെയ്തിട്ടൊന്നും ഞാനത് നോക്കിയിട്ടൊന്നുമില്ല. എങ്കിലും ഈ വർഷത്തിന്റെ പഴക്കമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴക്കമുള്ള ഒരു മലനിരകളാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവിടെ മൃദുവായ ചോക്കുകല്ലുകൾ മുതൽ കട്ടിയുള്ള തീക്കല്ലുകൾ വരെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനുഷ്യനിർമ്മിതമായ ശ്മശാന ഗുഹകൾ നിരവധി ഇവിടെയുണ്ട്. അതായത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ ഒരു ശ്മശാനത്തിന് ഈ ഒരു പ്രദേശം 3000 വർഷം മുമ്പ് തന്നെ ഇവരുടെ ശ്മശാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആദ്യ നാളുകളിൽ, അതായത് ഏകദേശം 3000 വർഷം മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് ഇതുപോലെയല്ല, ഗുഹകളായിരുന്നു. മനുഷ്യരെ ഗുഹകൾ ഉണ്ടാക്കിയിട്ട്, അതും വളരെ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും പലർക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതുപോലത്തെ നിർമ്മിതികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന് ഈ ക്രിട്ടേഷ്യസ് എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാവേ. ഈ ചോക്ക് എന്നറിയപ്പെടുന്ന വെളുത്ത ചുണ്ണാമ്പ് കല്ലിന്റെ ലാറ്റിൻ പദമാണ് ക്രെറ്റ. അതിൽ നിന്നാണ് ഈ ക്രിട്ടേഷ്യസ് എന്ന് പറയുന്ന ഈ ഒരു നാമം ഈ ഒരു കാലഘട്ടത്തിനുണ്ടായത്. ഏതെല്ലാം വഴിയിൽ നിന്നല്ല ഒരു പേര് വരുന്നത്. ഇവരെയൊക്കെ സമ്മതിക്കണം. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പെടുന്ന പാടോ. പിന്നെ അതേപോലെ തന്നെ വടക്കൻ ഫ്രാൻസിലെ ചോക്കും തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലെ വെളുത്ത പാറക്കെട്ടുകളും ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിലെയാണ്. കാലഘട്ട കണക്കിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഭ്രാന്ത് വരുന്നത് കൊണ്ട്, നിങ്ങൾക്ക് വരുമോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ വളരെ സാധാരണക്കാരനായി എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഭ്രാന്ത് വരുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ കണക്കുകളിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ പിന്നീട് നമുക്ക് വേറൊരു അവസരത്തിൽ പറയാൻ പറ്റുവാണെങ്കിൽ പറയാവേ. ഇപ്പോൾ അലക്സ മോസ്കിന്റെ മിനാരം ഇങ്ങനെ വെയിലടിച്ചിട്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ഒരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നല്ല, ഇവിടെ എല്ലാം തന്നെ ഭംഗിയുള്ള കാഴ്ചകളാണ്. പിന്നെ എന്തെങ്കിലും ഭംഗിയില്ലായ്മ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വീഡിയോ എടുക്കലിന്റെ കഴിവ് കൊണ്ടുള്ള ഒരു ഭംഗിയില്ലായ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ബൈബിൾ കാലഘട്ടം മുതൽ ഇന്ന് വരെ യഹൂദർ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രദേശങ്ങളിൽ. പ്രധാനികളിൽ പലരുടെയും, രാജാക്കന്മാരുടെ, അങ്ങനെയുള്ള വലിയ ഉദ്യോഗസ്ഥരുടെ ഒക്കെ ആയിട്ടുള്ള പലരുടെയും ശ്മശാനം നെക്രോപോളിസ് ആയിരുന്നു. ആധുനിക സിൽവാൻ ഗ്രാമത്തിന്റെ സ്ഥാനമായ തെക്കൻ വരമ്പിലുള്ളതാണ് ഈ നെക്രോപോളിസ് എന്ന് പറയുന്നത്. അതൊക്കെ ഇനി കണ്ടുപിടിക്കണം കേട്ടോ. അതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ പറയാം ഈ സിൽവാൻ ഗ്രാമം എവിടെയാണെന്നൊക്കെ. ഞാൻ പറഞ്ഞിരുന്നല്ലോ,
ഇവിടെ ക്രിസ്തു മതത്തെ പറ്റിയുള്ള ധാരാളം സംഭവങ്ങൾ നടന്ന ഒരു ഒരു പ്രദേശമാണ് ഈ മല കേന്ദ്രീകരിച്ച് ധാരാളം കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറെയും കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു പുതിയ മാസത്തിന്റെ ആരംഭം കുറിക്കുന്ന മതപരമായ ചടങ്ങ് രണ്ടാം ക്ഷേത്ര കാലഘട്ടത്തിൽ ഒലിവുമലയിൽ നടന്നു. അപ്പോൾ രണ്ടാം ക്ഷേത്ര കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യമത്തെ ക്ഷേത്രം സോളമൻ രാജാവ് ഇവിടെ നിർമ്മിച്ചു. ഈ അലക്സ കാണുന്ന ഈ ഒരു പ്രദേശം മൊത്തത്തിൽ തന്നെ ക്ഷേത്രമായിരുന്നു. ആദ്യമേ നിർമ്മിച്ചത് സോളമൻ രാജാവും, പിന്നീട് അത് തകർന്നതിന് ശേഷം കുറച്ച് ആളുകളെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇവിടെ രണ്ടാമത് ക്ഷേത്രം നിർമ്മിച്ചത്. അതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ അലക്സയും അതേപോലെ തന്നെ ഡോം ഓഫ് ദി റോക്കും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പൊളിച്ചത് അവരല്ല, പക്ഷെ പിന്നീട് ഇവിടെ വന്ന മുസ്ലിം ഭരണാധികാരികൾ ഇവിടെ ഇങ്ങനെ ഒരു ചരിത്രപരമായിട്ട് ഒരു കാലത്ത് ഇവരുടെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണെന്ന് കരുതിയിരുന്ന, പിന്നീടാണ് മക്കയോ മദീനയൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത് നമ്മുടെ ഇവരുടെ ക്ഷേത്രം പൊളിച്ചു കളഞ്ഞതിന് ശേഷമാണ് ഈ അലക്സയൊക്കെ ഇവിടെ നിർമ്മിച്ചത്. ഈ കാണുന്നതൊക്കെ ഇവരുടെ പലതരം കൃഷികളാണ്. ഇതിനിടയ്ക്ക് ഒലിവ് മരങ്ങളൊക്കെ കാണാം, പിന്നെ അല്ലാതെ തന്നെ വേറെന്തൊരു മരമൊക്കെ കാണാം. ഇതെന്താണെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ലേ. പിന്നെ മറ്റൊരു സംഭവത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ക്രിസ്തുവർഷം 52-60 കാലഘട്ടത്തിൽ റോമൻ ഭരണാധികാരിയായിരുന്ന ആന്റോണിയസ് ഫെലിക്സിന്റെ കാലത്ത് ഈജിപ്ഷ്യൻ എന്ന് പറയപ്പെടുന്ന ഒരു യഹൂദ പ്രവാചകൻ തൻ്റെ അനുയായികളെ ഒലിവ് മലയ്ക്ക് മുകളിൽ, അതായത് ഈ ഒരു പ്രദേശങ്ങളിൽ നഗരാക്രമണത്തിന് ഒരുമിച്ച് കൂട്ടി. കാരണം അന്ന് ഈ ഒരു പ്രദേശമൊക്കെ റോമൻ ഭരണത്തിന്റെ കീഴിലായിരുന്നു. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഈ യഹൂദരെ ഇവരാക്രമിക്കുകയും നിൽക്കക്കള്ളി ഇല്ലാതെ ജെറുസലേമിൽ നിന്ന് ഓടിക്കുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നഗരത്തെ ആക്രമിച്ചുവെങ്കിലും റോമൻ പടയ്ക്ക് മുമ്പിൽ ധാരാളം പേര് കൊല്ലപ്പെടുകയും ഒത്തിരി പേര് ബന്ദികളാക്കപ്പെടുകയും ഈജിപ്ഷ്യൻ അടങ്ങുന്ന കുറേ പേർ പലായനം ചെയ്യുകയും ചെയ്തു. AD 70 ജെറുസലേം ഉപരോധ സമയത്ത് റോമൻ പടയാളികൾ 10ാം ലീജിയനിലുള്ള ക്യാമ്പ് ചെയ്തതും ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ ഒരു സമയത്ത് ഒത്തിരി അധികം പ്രക്ഷോഭങ്ങൾ ഈ റോമൻ പടയ്ക്കെതിരെയൊക്കെ ഇവിടെ നടന്നിരുന്നു. അങ്ങനെ ആ പ്രക്ഷോഭങ്ങളിൽ മനമെടുത്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനോ ഒക്കെ ആയിട്ട് ജെറുസലേം നഗരത്തിനുള്ളിൽ ജൂതർക്ക് കയറാനുള്ള അവകാശമെല്ലാം എടുത്തു കളഞ്ഞു. പിന്നെ ജൂതരെ ഈ നഗരത്തിനകത്തേക്ക് അടുപ്പിച്ചിട്ടില്ല. ശരിക്കും ലോകം മുഴുവൻ ഈ ജൂതര് ചിതറിത്തെറിക്കുവാനുള്ള പ്രധാന കാരണം അതാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, യഹൂദരുടെ ഏറ്റവും പുണ്യമായ സ്ഥലമാണ് ഈ കാണുന്ന ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അതായത് ഈ അലക്സയും ഡോം ഓഫ് ദി റോക്കും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലം യഹൂദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. അപ്പം അതിനോട് ചേർന്നിട്ടാണ് ഈ ശ്മശാന താഴ്വരയൊക്കെ ഉള്ളതെന്ന് നമുക്ക് കാണാം. അപ്പോൾ അവരുടെ രണ്ടാമത്തെ ക്ഷേത്ര കാലഘട്ടത്തിലെ ക്ഷേത്രത്തിന്റെ ഒരു മതിലാണ് അവരുടെ വെസ്റ്റേൺ വാൾ എന്ന് പറയുന്ന, അവരുടെ വിലാപത്തിന്റെ മതിൽ എന്ന് പറയുന്ന ആ ഒരു സ്മാരകം. അപ്പോൾ നിലവിൽ ഈ പറയുന്ന ഈ ടെമ്പിൾ മൗണ്ടിലേക്ക്, അതായത് ഈ അലക്സയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് യഹൂദർക്ക് പ്രവേശനമില്ല. ഈ നടപ്പിലുള്ള ഒരു സമയത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പം പണ്ട് കാലത്ത് റോമൻ ഭരണകാലത്തും പ്രവേശനമില്ലായിരുന്നു, ഇപ്പോഴും പ്രവേശനമില്ല. അപ്പോൾ രണ്ടാം ക്ഷേത്രത്തിന്റെ പതനത്തിന് ശേഷം യഹൂദർ ഒലിവ് മലയിൽ സുക്കോത്ത് എന്ന് പറയുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു തിരുനാൾ ആചരിച്ചു. ഈ സുക്കോത്ത് എന്ന് പറഞ്ഞാൽ കൂടാര തിരുനാളാണ്. നമ്മുടെ ബൈബിളിനകത്തൊക്കെ കൂടാര തിരുനാളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവർ പറയുന്നത് സുക്കോത്ത് എന്നാണ്. അതിവിടെ ആചരിച്ചത് ഇവിടെയാണ്. ഏകദേശം 80 മീറ്റർ ഉയരമുണ്ട് ഈ ഒലിവുമലയ്ക്ക്, 80 മീറ്റർ ഉയരമുണ്ട് ഈ ടെമ്പിൾ മൗണ്ടിനേക്കാളും. അപ്പൊ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ പുരാതനമായ അവരുടെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഭൂമി കാണാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതിനാലാണ് അവരിവിടെ വന്നിട്ട് ഈ മലയുടെ മുകളിൽ വന്നിട്ട്, ഏകദേശം ഈ ഒരു പ്രദേശത്തൊക്കെ ആയിരിക്കാനാണ് ചാൻസ്, ഇവിടെ വന്നിട്ട് അവർ സുക്കോത്ത് ആചരിച്ചത്. പിന്നെ ആ സുക്കോത്തിന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ടുള്ള അവരുടെ ആ ഒരു ആചാരം അത് പരമ്പരാഗതമായി മാറി. കാലങ്ങൾക്ക് ശേഷമല്ല, അതിനുശേഷം എല്ലാ വർഷവും സുക്കോത്ത് ആചരിക്കാൻ വേണ്ടിയിട്ട് ധാരാളം യഹൂദർ ഇവിടെ വരാറുണ്ട്. നമുക്കിപ്പോൾ കാണാം, ഇവിടെ ഈ കാണുന്നത് വളരെ ഇവരുടെ മതപരമായിട്ട് ഏറ്റവും കൂടുതൽ
ഇന്ത്യ. ബൈ. അപ്പോ ഏറ്റവും തീവ്രമായിട്ട് ജൂതമതം വിശ്വസിക്കുന്നവരാണ് ഈ കാണുന്നവര്. ഈ ജൂതമതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തുമതം അല്ലെങ്കിൽ ഹിന്ദുമതം പോലെ, അതായത് പല ജാതികളില്ലേ, ഏകദേശം അതേപോലൊക്കെ തന്നെ വരുന്ന പല ഇതുകളുണ്ട്. അപ്പോൾ തീവ്രമായിട്ട് ആചരിക്കുന്നത്, ഭയങ്കര തീവ്രമായിട്ട് ആചരിക്കുന്നവര്, ഫോണുകൾ പോലും കൈകൊണ്ട് തൊടുകയില്ലാത്തവർ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലുള്ള കുറച്ച് പേരാണ്, അങ്ങനെയുള്ള കുറച്ച് പേരാണ് ഈ പോകുന്നത്. ഇവരിപ്പം ഇവരുടെ ഈ ശ്മശാനം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നവരെങ്ങാണ്ടാണ് അവരിപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ ധാരാളം സന്ദർശകര്, നേരത്തെ അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന ധാരാളം സന്ദർശകര് ഇതിലൂടെ പോകുന്നത് നമുക്ക് കാണാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ സുക്കോത്തിന്റെ സമയത്ത് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ഒരു ആചാരമായി മാറിയെന്ന്. അപ്പോൾ അവരുടെ വരവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ടിഷാബാവ് ദിനത്തിൽ സിയോൺ പർവ്വതത്തിൽ കയറി വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തതിന് ശേഷം യോഷ്ഫാത്ത് താഴ്വരയിലൂടെ ഒലിവ് മലയിലേക്ക് വരുന്നതാണ്. അപ്പൊ നമുക്ക് കാണാം ഇവിടെ കുറെ പേര് ഇങ്ങോട്ട് താഴോട്ട് പോകുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ധാരാളം ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നവരായിരിക്കാം ഇത്. ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ ആളുകളൊക്കെ ഉള്ളത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. ഈ ഒലിവ് മലയുടെ ചരിത്രത്തിലേക്ക് വീണ്ടും കടന്നിട്ടുണ്ടെങ്കിൽ 1189 1187 ഹാറ്റിൻ യുദ്ധത്തിൽ സലാഹുദ്ദീൻ ഭൂമി തിരിച്ചു പിടിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സുൽത്താൻ തന്റെ 2 കമാൻഡർമാർക്ക് ഒലിവ് മല നൽകി. 1189 കൊടുത്തത്. അപ്പോൾ 1850കളുടെ മധ്യത്തിൽ പർവ്വതത്തിലെ ശവക്കുഴികൾ നശിപ്പിക്കുന്നത് തടയാൻ ഗ്രാമവാസികൾ വർഷം 100 യൂറോ ഇവർക്ക് പ്രതിഫലമായിട്ട് നൽകിയിരുന്നു, ഈ ഒരു പ്രദേശത്തുള്ളവർക്ക് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആധുനിക കാലത്തെ ഇതിന്റെ ചരിത്രത്തിലേക്ക് കടന്നാൽ 1948 ഇസ്രായേലും ജോർദാനും തമ്മിലുള്ള യുദ്ധവിരാമ ഉടമ്പടിക്ക് ശേഷം വിശുദ്ധ സ്ഥലങ്ങളിലേക്കും സാംസ്കാരിക സ്ഥാപനങ്ങളിലേക്കും സൗജന്യ പ്രവേശനവും ഒലിവ് പർവ്വതത്തിലെ സെമിത്തേരിയുടെ ഉപയോഗവും ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാലും വെസ്റ്റ് ബാങ്കിന് മേലുള്ള ജോർദാന്റെ 19 വർഷം നീണ്ട അധിനിവേശ കാലത്ത് കമ്മിറ്റി രൂപീകരിച്ചിരുന്നില്ല. ഈ കാലത്ത് ഇസ്രായേലിന് പുറത്തുള്ള ക്രിസ്ത്യൻ തീർത്ഥാടകർക്ക് പർവ്വതം സന്ദർശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നു. എന്നാൽ ജൂതർക്കും ജൂതരല്ലാത്ത ഇസ്രായേലികൾക്കും ഇവിടം സന്ദർശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഇവിടെ ആ സമയത്തെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആധിപത്യമായിരുന്നു ഈ ഒരു പ്രദേശത്ത്. ജോർദാനായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ 7 ആർച്ചസ് ഹോട്ടൽ നിർമ്മിച്ചത് ജോർദാനായിരുന്നു. ജോർദാൻ സർക്കാരിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ഈ ഹോട്ടലെല്ലാം നിർമ്മിച്ചതും ഈ പ്രദേശത്തെ നിർമ്മാണ പരിപാടികളൊക്കെ നടന്നതും. ആ സമയത്ത് ഇവിടുത്തെ സിമിത്തേരികൾക്കടക്കം ധാരാളം നശീകരണങ്ങൾ നേരിട്ടിരുന്നു കേട്ടോ. 1949 അവസാനം മുതൽ ജോർദാൻ ഭരണം അവസാനിക്കുന്ന സമയം മുഴുവൻ ചില അറബികൾ ശവകുടീരങ്ങൾ നശിപ്പിക്കുകയും നിലം ഉഴുതുമറിക്കുകയും ചെയ്തു. ആകെ 38,000 ശവകുടീരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ കാലത്ത് ശ്മശാനത്തിന്റെ ഇടയിലൂടെ ഒരു റോഡ് നിർമ്മിക്കുകയും അതുവഴി നിരവധി പ്രമുഖരുടെ ശവകുടീരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. 1964 ഇവിടെ നിർമ്മിച്ച ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടൽ, അതായത് ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടലാണ് ഇപ്പോൾ 7 ആർച്ചസ് ഹോട്ടൽ എന്നറിയപ്പെടുന്നത്. ആ ഹോട്ടലിന് വേണ്ടിയിട്ടുള്ള പാർക്കിങ്ങിനും ഫില്ലിംഗ് സ്റ്റേഷനും വേണ്ടി 161 ശവകുടീരങ്ങൾ കൂടി തകർത്തു. തുടർന്ന് ഇത് ജോർദാൻ ആർമി ബാരക്കുകളിലെ കക്കൂസുകളിൽ ഉപയോഗിച്ച് ഈ പറഞ്ഞ ഈ ശവകുടീരങ്ങളുടെ അവശിഷ്ടങ്ങളും പരിപാടികളും ഒക്കെ. ജോർദാന്റെ ഈ നടപടി ഐക്യരാഷ്ട്രസഭ അപലപിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം കൂടിയാണ്. ഐക്യരാഷ്ട്രസഭ അതിന് ചെവി കൊടുത്തിട്ടില്ല. 1967 6 ദിവസത്തെ യുദ്ധത്തിന് ശേഷം സ്ഥലത്തിന്റെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കുകയും തുടർന്ന് ഇവിടെ ധാരാളം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ശ്മശാനത്തിനായി വീണ്ടും തുറക്കുകയും ചെയ്തു. 1980 ഇസ്രായേൽ ഏകപക്ഷീയമായി കിഴക്കൻ ജെറുസലേമിനെ പിടിച്ചടക്കിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അപലപിക്കുകയും UN സുരക്ഷാ കൗൺസിൽ UNSC റെസല്യൂഷൻ 478 വഴി അസാധുവാക്കുകയും ചെയ്തു. ഒലിവ് മലയിലെ ഗറർ റബ്ബയുടെയും മെനാഹേം ബിഗിന്റെയും അടക്കം ജൂത ശവകുടീരങ്ങൾ തകർക്കപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. 2010 നവംബർ 6 ജൂത ശ്മശാനത്തിന്റെ അനാദരവ് മാറ്റുക എന്ന ലക്ഷ്യത്തോടെ പ്രവാസി ജൂതർ ഒരു അന്താരാഷ്ട്ര നിരീക്ഷണ സമിതി രൂപീകരിച്ചു. മതപരമായ കാര്യങ്ങളിലേക്ക് നോക്കിയാൽ ദാവീദ് രാജാവിന്റെ
മൂന്നാമത്തെ മകനായ അബ്സലോമിൽ നിന്നും ദാവീദ് പലായനം ചെയ്തതിനെ കുറിച്ച് പറയുമ്പോഴാണ് ഒലിവ് മലയെക്കുറിച്ചുള്ള ആദ്യ പരാമർശം ബൈബിളിൽ കാണുവാനാകുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് ദാവീദ് കരഞ്ഞുകൊണ്ട് ഒലിവ് മലയിലൂടെ കയറ്റം കയറി എന്നാണ്. ഏകദേശം ഈ ഒരു ഭാഗങ്ങളിലാണ് സിൽവാൻ ഗ്രാമം ഉള്ളത് കേട്ടോ. സിൽവാൻ ഗ്രാമത്തിനടുത്തുള്ള ദാവീദിന്റെ നഗരത്തിന്റെ കിഴക്കോട്ടായിരിക്കാം നടന്നതെന്ന് കരുതുന്നു. അതായത് ഇതിലൂടെ ഇങ്ങനെ കയറിയെന്നാണ്, ഇതിലൂടെയല്ല, ആ ഒരു ഭാഗത്തോടെ ഇങ്ങനെ കയറിയെന്നാണ് ഇവര് കരുതുന്നത്. പിന്നെ ബൈബിളിൽ പറയുന്നത് യഹോവ ഒലിവ് മലയിൽ നിൽക്കുമെന്നും മല രണ്ടായിട്ട് പിളരുമെന്നും തെക്കോട്ടും വടക്കോട്ടും അവ മാറുമെന്നും സക്കറിയയുടെ പുസ്തകത്തിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ ചില ഗവേഷകർ ഇവിടെ വലിയ ഭൂകമ്പം പോലെ മണ്ണിടിച്ചിലിന്റെ ചില തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സക്കറിയയുടെ വായനയെ ശരിവെക്കുന്ന തെളിവുകളായിട്ട് പലരും കരുതുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ പലസ്തീനിലെ ഭാഷാ പണ്ഡിതനും പുരാവസ്തു ഗവേഷകനുമായ ചാൾസ് സൈമൺ ക്ലർമണ്ട് ഗന്യു ഈ മണ്ണിടിച്ചിലിനോട് നേരിട്ട് ചേർന്ന താഴ്വരയാണ് അസർ എന്ന് സമർത്ഥിച്ചു. ഇത് സക്കറിയയുടെ എഴുത്തിനോട് യോജിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കിവിടെ ഈ ശവകുടീരങ്ങൾക്കിടയിൽ ചില ചെറിയ കൂടാരങ്ങൾ പോലെ ചില നിർമ്മിതികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഒരുപക്ഷെ ടോയ്ലറ്റുകളും അതേപോലെ തന്നെ ഇവരുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാനാണ് ചാൻസ്. അതേപോലെ തന്നെ ശ്മശാനത്തിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് കവാടം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണുവാൻ വേണ്ടിയിട്ട് കഴിയും ഇതിൻ്റെ പലതിൻ്റെയും മേളിൽ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത്. അത് ഇവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മൃതദേഹ സംസ്കാരത്തിന് ശേഷം ഈ ശവക്കല്ലറയുടെ മുകളിൽ അല്ലെങ്കിൽ ശവക്കല്ലറയ്ക്കുള്ളിലേക്ക് കല്ലുകൾ ഇടുക, ചെറിയ കല്ലുകൾ ഇടുക എന്നുള്ളതൊക്കെ. ഇതിനിടയ്ക്ക് ആകപ്പാടെ ഇങ്ങനെ ചെറിയ ചെറിയ കൂടാരം പോലെ അല്ലെങ്കിൽ ചില പ്രധാന വ്യക്തികളുടെ അടയാളപ്പെടുത്തുന്നൊക്കെയാണെന്ന് തോന്നുന്നു. അവിടെ ഇച്ചിരി താഴെ ഒരു നീല കളറിലുള്ള ഒരു നിർമ്മിതിയൊക്കെ കാണാം. അതൊരു പ്രധാന വ്യക്തിയുടെ ശവക്കല്ലറയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ പുതിയ നിയമത്തിന്റെ പല സ്ഥലത്തും ഈ ഒലിവ് മലയെ പലതവണ പരാമർശിച്ചതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. ജെറുസലേമിൽ നിന്നും ബെഥനിക്കുള്ള ഒരു പാതയുടെ പ്രധാന ഭാഗമായിരുന്നു ഈ ഒലിവ് മല എന്ന് പറഞ്ഞാൽ. ജെറുസലേമിന് വേണ്ടിയിട്ട് യേശു കരഞ്ഞ സ്ഥലം ഇവിടെയാണെന്ന് ബൈബിളിൽ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ നമുക്ക് കാണാം ശിഷ്യന്മാരെ പഠിപ്പിച്ചും അതേപോലെ പ്രവചിച്ചും യേശു ഈ ഒലിവ് മലയിൽ സമയം ചെലവഴിച്ചതായിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. യേശുവിനെ ഒറ്റിക്കൊടുത്ത രാത്രിയിലും യേശു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും ഇവിടെ സമയം ചെലവഴിച്ചതും അതേപോലെ തന്നെ ബൈബിളിലുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടത് ഇവിടെ നിന്നാണെന്ന്. അപ്പൊ അങ്ങനെ ക്രിസ്ത്യാനിറ്റിയുടെ പല പ്രധാനപ്പെട്ട സംഭവങ്ങളും നടന്ന ഒരു സ്ഥലമാണ് ഇതെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ധാരാളം ചരിത്ര സ്മാരകങ്ങളും അതേപോലെ തന്നെ പല പഴയ നിർമ്മിതികൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി പഴയ നിർമ്മിതികളൊന്നും ഇവിടെ കാണുവാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഏകദേശം 1000-2000 വർഷത്തെ പഴക്കമുള്ള നിർമ്മിതികളൊന്നും ഇവിടെ കാണുവാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം ഭൂമികുലക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ പല വിദേശ ആധിപത്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണിത്. വ്യത്യസ്ത മതങ്ങളുടെ നേതൃത്വത്തിലുള്ള പല രാജ്യങ്ങൾ ഇവിടെ ആക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ മതചിഹ്നങ്ങളൊക്കെ തകർക്കപ്പെട്ടിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് ഇവിടെ. അപ്പോൾ അത്തരം കുറച്ച് സ്ഥലങ്ങളായ ലുതറൻ ചർച്ച് ഓഫ് അസൻഷനുള്ള അഗസ്റ്റ വിക്ടോറിയ ഹോസ്പിറ്റലും അതിൻ്റെ ബെൽ ടവറും ഒക്കെ ആയിട്ട് അങ്ങനെ ധാരാളം കേന്ദ്രങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരും വഴി പോകാം. അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് ഞാൻ അതെല്ലാം ചെയ്ത് നിങ്ങളെല്ലാവരും കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട്, കുറച്ചൊക്കെ മോശമല്ല എന്നൊക്കെ കരുതുന്നുണ്ടായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ചരിത്രങ്ങൾ, കാര്യങ്ങൾ, ഇതിൻ്റെ മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ.